ഹലോ, ഇന്ന് ഹാഫ് ഡേയ്സിൻ്റെ പാർട്ട് 3 ആണ്. ഇന്ന് ചോദ്യമല്ലേ, നമുക്ക് കാളൂടാൻ വേണ്ടി പോവാം. അങ്ങനെ ഒരു ചേമ്പലയും പൊട്ടിച്ച് ഞാൻ കാളൂടാൻ വേണ്ടി ഇറങ്ങി. പൂ നമുക്ക് പറമ്പിൽ നടന്ന് പൊട്ടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ഡേ ഇൻ മൈ ലൈഫിൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു ചേച്ചി കൊണ്ടുതരാറുണ്ടെന്ന്. മേടിക്കണമല്ല, ആ ചേച്ചി നമുക്ക് വെറുതെ തരുന്നതാണ്. അങ്ങനെ കൊണ്ടുതന്നു. ഇപ്രാവശ്യം കുറേ പൂവുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇത് നിനക്ക് എന്നിട്ട് ഭാഗിച്ചുകൊണ്ടിരിക്കണമെന്ന് ഈ കാണുന്നത്. എന്നിട്ടും കുറേ പൂവുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസത്തിനെക്കാട്ടും കുറേ പൂവുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഓറഞ്ചും യെല്ലോവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്രാവശ്യം ഇങ്ങനത്തെ പൂക്കളുണ്ട്. അതുപോലെ തന്നെ വൈറ്റ് റോസ് ഉണ്ട്. അത് ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ. അതിനാ കിടക്കുന്നത്. കുറേ പെറ്റൽസും പിന്നെ ഒരു പൂവിൻ്റെ മുട്ടായിരുന്നു. എനിക്ക് ഓണത്തിന് പോലും ഇത്ര പെരുത്ത് പൂക്കൾ കിട്ടാറില്ല. ഞാൻ പൂക്കൾ തികയാത്തതിൻ്റെ പേരിൽ ഈ പൊടികൾ ഉണ്ടാവില്ലേ, കളർ പൊടികളൊക്കെ വെച്ചിട്ടാണ് തിരുവോണത്തിന് ഇടാറ്. അങ്ങനെ ഇടാൻ പറ്റില്ലാന്ന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിചാരം. കുഴപ്പമൊന്നുമില്ല എന്നാണ് എൻ്റെ വിചാരം. പക്ഷേ ഞാൻ അങ്ങനെയാണ് ഇടാറ്. കാരണം 50 രൂപയുടെ കിറ്റല്ലേ നമുക്ക് കിട്ടുക. അതിനകത്ത് കുറേ ഒന്നും ഉണ്ടാവില്ല. ആകെ യെല്ലോ ഓറഞ്ചോ, അതും പകുതി മുക്കാലും ചീഞ്ഞതും ആയിരിക്കുള്ളൂ. അപ്പോൾ വേറെ വഴിയില്ലാത്തതിൻ്റെ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഇടാറ്. പിന്നെ ഞാൻ തിരുവോണത്തിൻ്റെ അന്ന് കൃഷ്ണനും കഥകളിയൊക്കെ ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് അങ്ങനെ കളർഫുള്ളായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പൊടികളൊക്കെ വെച്ചിടാറുണ്ട്. അങ്ങനെ അപ്പം ഞാൻ രാവിലെ എണീറ്റ് നോക്കിയപ്പോഴും ഞാൻ കാറ്റൊന്നും കൊള്ളാത്ത രീതിയിൽ ആ പൂ നിരത്തിയാണ് വെച്ചത്, കേടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ പിറ്റേ ദിവസം എഴുന്നേറ്റ് നോക്കിയപ്പോൾ അതൊന്ന് കുറച്ച് പൂക്കളൊക്കെ ഒന്ന് ചീയാറായി തുടങ്ങിയിട്ടുണ്ട്, കേടാവാറായി തുടങ്ങിയിട്ടുണ്ട്. കുറച്ചിനൊക്കെ പൂപ്പൽ വന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ കേടാവാറായതൊക്കെ ഒന്ന് പറക്കി എടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ നാളെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ പറക്കി എടുത്ത് കൂട്ടി. അങ്ങനെ ഇത്രയായിരുന്നു നമ്മുടെ ഉണ്ടായിരുന്നത്. കണ്ട പിങ്ക് കളറിലൊക്കെ പൂവിലൊക്കെ ഇങ്ങനെ ബ്ലാക്ക് ഷെയ്ഡ് വന്നു തുടങ്ങിയില്ലേ. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് ചെത്തിപ്പൂവും കൂടി പൊട്ടിക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഞാൻ ഇന്നലെ ഇട്ട കളത്തിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കളയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ കളയാൻ വേണ്ടി അതൊക്കെ പറക്കി. ഇന്നും ഞാൻ ചാണം മെഴുകാൻ മറന്നുപോയി. ഇന്നാണ് ഞാൻ ചാണം മെഴുകി. അതാണ് ആ പച്ച കളർ ഒന്ന് കാണുന്നത് അവിടെ. പക്ഷേ അതിന് ഫസ്റ്റത്തെ ദിവസം ഇന്നും ഞാനത് മറന്നുപോയി. വീഡിയോ എടുത്തതിൻ്റെ ഞാൻ മറന്നുപോയി, അറിഞ്ഞൂടെ എന്താണ്. അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് പറക്കി കളഞ്ഞു. പിന്നെ ഞാൻ കാളൂടാൻ വേണ്ടി തീരുമാനിച്ചു. കാളൂടാൻ വേണ്ടിയിട്ട് ഇന്ന് നല്ല മഴക്കാരുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മഴ പെയ്യോ എന്നൊരു സംശയം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ പെയ്യൂലായിരിക്കും എന്ന് വെച്ചിട്ടുള്ളൊരു ആത്മവിശ്വാസത്തിൽ അങ്ങോട്ട് ഇടാൻ തുടങ്ങി. അങ്ങനെ ആ പിങ്ക് കളർ പോയില്ല. അതിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല, ഞാൻ മറന്നു. ഡാലിയാണോ? എന്തായാലും ആ പൂ ഞാൻ സെൻറ്ററിൽ വയ്ക്കാമെന്ന് വെച്ച്. എന്നിട്ട് അത് ഇരിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ബാക്കിൽ പിടിച്ചൊരിട്ട് കുത്തി. എന്നിട്ട് അത് അവിടെ ഇരുന്നു. പിന്നെ ഞാൻ മുറിച്ച് പീസ് കുഞ്ഞ് വെട്ടി ഇടൂലേ പൂക്കൾ. അങ്ങനെ ഇടാനുള്ള മടിയായിരുന്നു കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇതിങ്ങനെ പിച്ച് ഇങ്ങനെ സെൻറ്ററിൽ ഇങ്ങനെ വെച്ചെടുത്തു. വൈറ്റ് പോർഷൻ കാണാത്ത രീതിയിൽ ഇങ്ങനെ വെച്ചെടുത്തു. എന്നിട്ട് അതിൻ്റെ ചുറ്റും ഞാൻ റോസാപ്പൂവൊക്കെ വെച്ചെടുത്തു. അത് നിങ്ങൾക്ക് കാണാമല്ലോ. എന്നിട്ട് പിന്നെ ഇന്നലെ ഞാൻ എൻ്റെ ഒരു ആഗ്രഹം, കുറേ ദിവസത്തെ ഒരു നടത്തി. പാതിരാത്രിയാണ് നടത്തിയത്. അത് ഞാൻ ഏറ്റവും അവസാനം കാട്ടിത്തരാം കേട്ടോ. ഈ കളൂട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ആ വീഡിയോ കാണാം എന്താണെന്ന്. അപ്പോൾ നമുക്ക് കളൂടണത് കാണാം ഗൈസ്.
ഇടാമെന്ന് ചോദിച്ചപ്പോൾ എന്നെ മഴ ചതിച്ച് ഗൈസ്. ഇന്ന് മഴ പെയ്ത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ നോക്കിയപ്പോൾ പേര് മഴ. അന്നേരം ഞാൻ മഴയത്ത് നിന്ന് കളമൊക്കെ എടുത്തിട്ട്, പക്ഷേ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല മഴ അതിൻ്റെ ഉള്ളിൽ. കുറച്ച് കഴിഞ്ഞപ്പോഴും ഞാൻ പുറത്തിറങ്ങി നോക്കിയപ്പോഴും മഴയിൽ കൂടെ ഓടി നടക്കരുത് എൻ്റെ കളം ഒക്കെ മഴ വീണിട്ട് ചപ്പാ ചിപ്പാ ചിപ്പൂ ചിപ്പായി പോയി വരുന്നു. ഇതാണ് എൻ്റെ ആഗ്രഹം. ഞാൻ പറഞ്ഞത് എനിക്ക് കുറേ ദിവസമായിട്ട് ഇവിടെ ഒരു മത്തങ്ങ ഇരിക്കുന്നുണ്ട്. ആ മത്തങ്ങ കണ്ടപ്പോൾ തുടങ്ങി എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു മത്തങ്ങ പായസം വെക്കണമെന്ന്. അപ്പം ഇത് വെക്കണത് തന്നെ രാത്രിയല്ല, വെളുപ്പിന് 12 മണി 1 മണി സമയത്താണ് ഞാനിത് വെക്കണത് തന്നെ. എന്തായാലും ആഗ്രഹം തോന്നി പിന്നെ വെക്കാണ്ട് കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പം അച്ഛൻ പുറത്തായപ്പോൾ ഞാനൊരു നെയ്യ് മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിരുന്നു. അപ്പം നെയ്യ് ഉണ്ടായ സ്ഥിതിക്ക് ഞാൻ വെക്കാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷേ അങ്ങനെ വെക്കാൻ വേണ്ടി തീരുമാനിച്ച് ഇവിടെ എത്തിയപ്പോഴാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്, ശർക്കര ഇല്ലയെന്ന്. പക്ഷേ ഉണ്ടായിരുന്നു, RCVൻ്റെ ശർക്കര ഉണ്ടായിരുന്നു. അത് ഷുഗറുകാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ശർക്കര ഇല്ല, അധികം മധുരം ഇല്ലാത്തതാണ്. പക്ഷേ മധുരമൊന്നും വേണ്ട എന്ന് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ മത്തങ്ങയുടെ തൊലിയൊക്കെ പീൽ ചെയ്ത് കളഞ്ഞ് അതൊന്ന് കുഞ്ഞു 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 പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് നമ്മുടെ എന്തിനകത്ത് കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്തിട്ടൊക്കെയാണ് എടുക്കേണ്ടത്. പക്ഷേ ഇത് പാതിരാത്രി ആയതിൻ്റെ പേരിൽ ഒട്ടും സമയമില്ല. ഈ പായസം കുടിച്ചിട്ട് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് എൻ്റെ അച്ഛനും അമ്മയും അപ്പുറത്ത് ഹോളിലിരുന്ന് കാത്തിരിപ്പായിരുന്നു. അച്ഛൻ കാത്തിരുന്ന് ഉറങ്ങിപ്പോയി. അതിൻ്റെ പേരിൽ പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞ് ഇങ്ങനെ മുറിച്ചിട്ടിട്ട് കുക്കറിൽ വിസിലടിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ഡേ ഇൻ മൈ ലൈഫിൽ എനിക്ക് കുറച്ച് പായസങ്ങളാണ് ഇഷ്ടമുള്ളത്. എല്ലാ പായസമൊന്നും ഞാൻ കുടിക്കില്ല. എനിക്ക് കുറച്ച് പേരുണ്ടാക്കണ കുറച്ച് പായസങ്ങളുണ്ട്, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനകത്ത് പെട്ടതാണ് ഈ മത്തങ്ങ പായസം. അമ്മ ഉണ്ടാക്കണ മത്തങ്ങ പായസമാണ്, പക്ഷേ ഇത് ഞാൻ ഉണ്ടാക്കണ മത്തങ്ങ പായസമാണ്. വലിയ തരത്തിലൊന്നും അമ്മ ഉണ്ടാക്കില്ല, പക്ഷേ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ കുഞ്ഞിലെ ഞാൻ 7ലെങ്ങാണ്ട് പഠിക്കുമ്പോൾ ഒരു ദിവസം സ്കൂളിലേക്ക് പാരൻസ് മീറ്റിങ്ങിന് വന്നപ്പോഴും എന്നെ വീട്ടിൽ കൊണ്ടുപോകാൻ വന്നപ്പോൾ അപ്പം അമ്മ എനിക്ക് ഈ വീട്ടിൽ നിന്ന് ഇത് കൊണ്ടുവന്നിട്ട് എനിക്ക് തന്ന്. ആ ഒരു ഓർമ്മയിൽ, അന്ന് കുടിച്ച ഒരു ഓർമ്മയിലാണ് ഞാൻ ഇത്രയും ദിവസം എനിക്ക് മത്തങ്ങ പായസം കുടിക്കണം എന്ന് പറഞ്ഞ് നടന്നിരുന്നത്. പിന്നെ എനിക്ക് എന്തെങ്കിലും തിന്നാൻ ആഗ്രഹം തോന്നിയിട്ടുണ്ടെങ്കിൽ, വീട്ടിൽ സാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാണ്ട് അടുക്കളയിൽ പോയി ഉണ്ടാക്കി സ്വന്തമായിട്ട് തിന്ന് സംതൃപ്തി അടഞ്ഞോളും. ആരെയും ഞാൻ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കില്ല. അത് ഞാൻ ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു പീസസായിട്ട് കുക്കറിലിട്ടിട്ട് ഒരു പകുതി ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് 3 വിസിലടിച്ചെടുത്ത്. 3 വിസിലടിച്ചെടുത്തപ്പോഴും നല്ലപോലെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ തേങ്ങ ചിരകാൻ വെച്ച്. 5 തേങ്ങയാണ് ഞാൻ എടുത്തിരുന്നത്, പക്ഷേ 4 തേങ്ങ ഞാൻ എടുത്തുള്ളൂ. പാതിരാത്രി എനിക്ക് ഒരെണ്ണം മടിയായി. പിന്നെ അമ്മ പറഞ്ഞത് മതിയെന്ന്. പിന്നെ എനിക്ക് ചിരകാനുള്ള മടിയായിരുന്നുകൊണ്ട് വീട്ടിലെപ്പോഴും ഇങ്ങനെ കൊത്തിയിട്ട് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കും. അപ്പം ഞാനിങ്ങനെ 4 എണ്ണം കൂടി അടിച്ചെടുത്ത് എന്നിട്ട് ഇത് ഇങ്ങനെ കുക്കായി കിട്ടി. അപ്പം ഞാൻ നല്ലപോലെ ആയ സാധനം വെച്ച് ഇങ്ങനെ സ്മാഷ് ചെയ്യണ വീഡിയോ എൻ്റെ പോയി. അതാണ് ഞാൻ ഫോട്ടോ എടുത്തത്. പിന്നെ അതും സ്മാഷ് ചെയ്തതും പിന്നെ ശർക്കര ഉരുക്കി വെച്ചിരുന്നതിനൊക്കെ വീഡിയോ ഉണ്ടായിരുന്നു. അതൊക്കെ എവിടെ പോയോ എന്തോ. അങ്ങനെ ശർക്കര ഉരുക്കി വെച്ചതും മത്തങ്ങ ഉടച്ചതും കൂടി ഞാൻ ചട്ടിയിലിട്ടിട്ട് നല്ലപോലെ ഇത് ആക്കിയെടുത്ത് മിക്സ് ചെയ്തെടുത്ത് അതൊന്ന് തിളയ്ക്കുമ്പോൾ നല്ല പണിയായിരുന്നു. പൊട്ടിത്തെറിച്ച് എൻ്റെ കയ്യും കാലും ഒക്കെ പൊള്ളിപ്പോയി. അങ്ങനെ പാല് പിഴിഞ്ഞ് 3 പ്രാവശ്യം പാല് പിഴിഞ്ഞത്, അതും കൂടി എല്ലാം കൂടി ഒരുമിച്ചാക്കിയിട്ടാണ് ഞങ്ങൾ പാലൊഴിച്ചത്. പാലൊഴിച്ചിട്ട് അത് നല്ലപോലെ മിക്സാക്കി തേങ്ങാപ്പാലാണല്ലോ 3 പ്രാവശ്യം മിക്സിയിലടിച്ച് പിഴിഞ്ഞ് വെച്ചിരുന്ന് അത് ഒക്കെ കൂടി ഒരുമിച്ച് ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് അത് ഞങ്ങൾ ഒരുമിച്ചാണ് ഒഴിച്ചത്. ആ 3 പാലും കൂടി ഒരുമിച്ച് ഒഴിച്ച് എന്നിട്ട് നല്ലപോലെ മിക്സായി കൊടുത്തു. ഇപ്പം തിളയ്ക്കുമ്പോൾ അധികം കൈക്ക് തെറിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അതിന് മുന്നത്തെ പ്രാവശ്യം തിളയ്ക്കുമ്പോൾ എൻ്റെ ഇപ്പോഴും കൈയൊക്കെ പൊള്ളിരിക്കുക. അത് എന്താ പറയുക, മുഖത്തേക്കൊക്കെ തെറിച്ച്
പാലൊഴിക്കണതിന് മുന്നേ ഇത് പൊട്ടിത്തെറിയായിരുന്നു ഗൈസ്. എൻ്റെ മുഖവും കൈയൊക്കെ പൊള്ളിപ്പോയി. അങ്ങനെ ഞാൻ ക്യാഷ്നട്ടില്ലാത്തതിൻ്റെ പേരിൽ ബദാമും കുറച്ച് മുന്തിരിയും തേങ്ങാക്കൊത്തൊക്കെ വരട്ടിയിട്ടിരുന്നു. അതൊക്കെ അതിൻ്റെ ക്ലിപ്പൊക്കെ എവിടെ പോയി എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഞാൻ ഉണ്ടാക്കി 1:30 ആയാലും അച്ഛനും അമ്മയ്ക്കും കൊടുത്ത് ഞാനും കുടിച്ച് സംതൃപ്തിയാണ്. പക്ഷേ പിറ്റേ ദിവസമായപ്പോഴാണ് ഇത് ടേസ്റ്റ് കൂടിയത്. പക്ഷേ അത് തീർന്നു പോയി ഗൈസ്.